ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സദ്യ നാരങ്ങ അറിയാമല്ലോ. നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെ ഇത് മാതള നാരങ്ങ എന്ന് പറയും. വലിയ നാരങ്ങയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് സദ്യ അച്ചാർ ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം അതിന് തൊണ്ടില്ല. കുറേ ഒരു 8-10 പച്ചമുളകിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ മുളക് പൊടി കുറച്ച് ഇടാറുള്ളൂ, അല്ലെങ്കിൽ സ്റ്റൈൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. ഇതിൽ നിന്ന് ഒരു 2 തൊണ്ട് കൂടെ എടുക്കണം. കാരണം ഈ നാരങ്ങ നമ്മളിങ്ങനെ തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്ത് കുരുവും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്താൽ പിന്നെ ഇതിന് പുളിപ്പ് മാത്രമേ കാണുള്ളൂ, കമർപ്പോ ചവറപ്പോ ഒന്നും കാണത്തില്ല. ഭയങ്കര പുളിപ്പ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ നാരങ്ങയല്ലേ വെക്കുന്നത്, അതിന് നമ്മൾ ഈ 2 തൊണ്ടും കൂടി ഇതിൽ കട്ട് ചെയ്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിടും. അപ്പോൾ എങ്കിലേ നമുക്ക് ആ നാരങ്ങയുടെ ടേസ്റ്റ് ശരിക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു തന്നേ ഉള്ളൂ, അതാണ് ഏറ്റവും ടേസ്റ്റ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 വറ്റലുള്ളത് പൊട്ടിച്ചതൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. നമുക്ക് ഈ തൊണ്ടിനെ അങ്ങ് ഇവിടെ മാറ്റി വെക്കാം. ആദ്യം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചട്ടി വാടിയിട്ടുണ്ട്. നമുക്കിത് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടി തന്നെ നമുക്ക് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഇതിലിടുന്നത്. നമ്മൾ ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ എല്ലാവർക്കും. നാരങ്ങയുടെ പുളിപ്പും നമ്മുടെ ഇത് നോക്കിയിട്ട് എത്രയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പിടുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. നല്ല പൊട്ടി ഉടയുണ്ട, ഇച്ചിരി ഒന്ന് വഴണ്ട് വരണം. അപ്പം നല്ലതാ വഴണ്ടിട്ടുണ്ട്. പൊട്ടി അങ്ങനെ അങ്ങ് ഇതാക്കരുത്, എങ്കിൽ ഭയങ്കര പുളിപ്പായിരിക്കും, നമുക്കൊന്നിനെ പറ്റത്തില്ല. നമുക്ക് ആ തൊണ്ടിൽ ആ 2 തൊണ്ട് വെച്ചിരുന്നതിന് അതും കൂടെ അതിലിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് ഉലുവ പൊടിച്ചത്, ഈ ചെറിയ ടീസ്പൂണിന് 3 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം. ഇനി ഇതൊന്ന് വെന്ത് സെറ്റാവണമെങ്കിൽ ആ നാരങ്ങയുടെ തൊണ്ട് നമ്മളിട്ടില്ലേ, അത് ഇച്ചിരി ഒന്ന് ഇതായി ഇറങ്ങണം. അതിനകത്ത് കുറച്ചുകൂടി ഉപ്പ് വേണം. നിങ്ങൾക്കറിയാമല്ലോ, അച്ചാറിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് കുടിക്കുന്ന സാധനം നാരങ്ങയാണ്. ഉപ്പും കായപ്പൊടിയും നമുക്ക് ഇതിന് ടേസ്റ്റ് കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ നാരങ്ങ അച്ചാറിന് കായപ്പൊടി എത്ര വേണേലും ചേരുമെന്ന്. ഇനി ഇതിലൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ശർക്കരയാണ്. അപ്പോൾ അതെല്ലാം കൂടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ, നമ്മൾ ചെറുനാരങ്ങ വയ്ക്കുകയാണെങ്കിലാണ് നമുക്ക് ഇച്ചിരി ദിവസം ഇരുന്നാലേ നമുക്ക് എടുക്കാൻ പറ്റൂ. പക്ഷേ ഈ നാരങ്ങ നമുക്ക് അപ്പം തന്നെ എടുക്കാൻ പറ്റും. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 2ാം സ്ഥാനം ആണ് നാരങ്ങ അച്ചാറിന്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഈ ഓർഡറാണ്. അപ്പോൾ അതിൽ 2ാം സ്ഥാനക്കാരനായ നാരങ്ങ അച്ചാർ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. നാരങ്ങ കൂട്ടാത്ത കുട്ടികളും കൂട്ടും, കാരണം അധികം കയ്പ്പില്ല ഇതിന്. നമ്മൾ തൊണ്ടെല്ലാം എടുത്ത് കളഞ്ഞല്ലോ, പുളിപ്പേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ഓക്കെ ബൈ ബൈ താങ്ക് യു.